Good morning, students. Today we are discussing about employees cooperative credit societies. What is employees societies? Employees cooperative credit societies, these are the societies run by employees of an institution. For an example, railway employees constitutes a cooperative society as their own. This is an example for employee societies. Okay, so these are non-agricultural credit societies. അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളെയൊക്കെ പോലെ തന്നെ ഇതൊരു നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഈ ഒരു ക്രെഡിറ്റ് സൊസൈറ്റി സാലറീഡ് എംപ്ലോയീസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് വേജ് ഏണേഴ്സിൻ്റെ ഇടയിൽ ഫോം ചെയ്യുന്ന സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനെ സാലറി ഏണേഴ്സ് സൊസൈറ്റി എന്നും അറിയപ്പെടാറുണ്ട്. എംപ്ലോയീസ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൾസോ നോൺ ആസ് സാലറി ഏണേഴ്സ് സൊസൈറ്റി. എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടാനുള്ള കാരണം? അത് സാലറിഡ് എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ ഫിക്സഡ് വേജ് ഏൺ ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ അവർ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന അവർ തന്നെയായിരിക്കും മെമ്പേഴ്സായിട്ട് വരുന്നത്. അത്തരത്തിലുള്ള ഒരു സൊസൈറ്റി ആയതുകൊണ്ടാണ് സാലറി ഏണേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന എംപ്ലോയീസിൻ്റെ ഒരു സൊസൈറ്റി ആവാം, അതല്ലെങ്കിൽ ഒരു സ്പെഷ്യലായിട്ട് കാറ്റഗറിയിൽ വരുന്ന എംപ്ലോയീസിൻ്റെ ഒരു സൊസൈറ്റി ആവാം. ഓക്കെ, ഇതെല്ലാം തന്നെ എംപ്ലോയി സൊസൈറ്റീസിന് എക്സാമ്പിളാണ്. ആൻഡ് സെപ്പറേറ്റ് എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഹാവ് ബീൻ ഓർഗനൈസ്ഡ് ഫോർ സെപ്പറേറ്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഓരോ കാറ്റഗറിയിൽ പെടുന്ന എംപ്ലോയീസിനും വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ സെപ്പറേറ്റ് എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ടായിരിക്കും. And the main objective of such societies is to promote thrift and savings among the employees and to provide credit to the members. അപ്പോൾ മെമ്പേഴ്സിൻ്റെ ഇടയിൽ സേവിങ്സ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ത്രിഫ്റ്റും സേവിങ്സ് ഹാബിറ്റും ഒക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോം ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബോറോയിങ് പവർ ഓരോ എംപ്ലോയിയുടെയും ബേസിക് പേ അല്ലെങ്കിൽ അവരുടെ സാലറിയെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം ബോറോയിങ് പവറൊക്കെ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ മെമ്പേഴ്സിന് ലോൺസ് അഡ്വാൻസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇറ്റ് മേ ബി ഡിഡക്റ്റഡ് ഫ്രം ദെയർ മന്ത്ലി സാലറി. ഈ സൊസൈറ്റി വഴി ഏതെങ്കിലും തരത്തിലുള്ള ലോണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കുന്നത് അല്ലെങ്കിൽ അത് ഡിഡക്റ്റ് ചെയ്യുന്നത് അവരുടെ മന്ത്ലി സാലറിയിൽ നിന്ന് നേരിട്ടായിരിക്കും. ഓക്കെ, ആൻഡ് ദി മെമ്പർഷിപ്പ് ഇൻ ദീസ് സൊസൈറ്റീസ് ഈസ് ഓപ്പൺ ടു ഓൺലി കൺഫേംഡ് എംപ്ലോയീസ്. ഈ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിൽ പെടുന്ന എംപ്ലോയീസിന് മാത്രമേ ഇത്തരത്തിലുള്ള സൊസൈറ്റീസിൽ മെമ്പേഴ്സായിട്ട് വരാനായിട്ട് പറ്റുള്ളൂ. അതായത് ദ നമ്പർ ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദി സൊസൈറ്റീസ് വേരീസ് അക്കോർഡിംഗ് ടു ദി സൈസ് ഓഫ് ദി സൊസൈറ്റി. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയുടെ സൈസ് അനുസരിച്ച് അവിടെയുള്ള എംപ്ലോയീസിൻ്റെ എണ്ണത്തിനനുസരിച്ചൊക്കെ ഈ മെമ്പർഷിപ്പിൻ്റെ കാര്യത്തിലും മാറ്റങ്ങൾ വന്നേക്കാം. അതുപോലെ തന്നെ എംപ്ലോയി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആർ ഫിനാൻഷ്യലി സൗണ്ട് ആൻഡ് വെൽ മാനേജ്ഡ്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് ഓഫ് ദി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൾമോസ്റ്റ് എല്ലാ എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസും ഫിനാൻഷ്യലി സൗണ്ട് ആയിരിക്കും. അതായത് ദേ ക്യാൻ ഏബിൾ ടു റൈസ് ദി എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം ദി മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, നോൺ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്നും ചില എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ദേ ആർ കൺഫൈൻഡ് ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്നും ഡെപ്പോസിറ്റ്സ് കളക്ട് ചെയ്യുന്നുണ്ട് ആസ് വെൽ ആസ് ഫ്രം നോൺ മെമ്പേഴ്സ്. അതുപോലെ തന്നെ ദി ഓൺഡ് ഫണ്ട്സ് ആൻഡ് ഡെപ്പോസിറ്റ്സ് ഓഫ് ദ സൊസൈറ്റീസ് കോൺസ്റ്റിറ്റ്യൂട്ട് 94% ഓഫ് ദെയർ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റൽ. ഇപ്പോൾ സൊസൈറ്റിയുടെ ടോട്ടൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ 94% എന്ന് പറയുന്നതും ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് ആണ്, ബേസിക്കലി കളക്റ്റഡ് ഫ്രം ദി മെമ്പേഴ്സ് ആൻഡ് നോൺ മെമ്പേഴ്സ്. അതുപോലെ നമ്മൾ പറഞ്ഞു സൊസൈറ്റീസ് ലോൺ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആൻഡ് ദി എമൗണ്ട് ഓഫ് ലോൺ വേരീസ് അക്കോർഡിംഗ് ടു ദി സാലറി ഓഫ് ദി എംപ്ലോയീസ്. ഇതിലെ മെമ്പേഴ്സിന് എല്ലാവർക്കും ഒരേ സാലറി ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവരുടെ ബേസിക് സാലറിനെ ബേസ് ചെയ്തുകൊണ്ടുണ്ട് സൊസൈറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിലും വ്യത്യാസം ഉണ്ടാവാം. ആൻഡ് സോ സം ഓഫ് ദീസ് സൊസൈറ്റീസ് ഓൾസോ റൺ കൺസ്യൂമർ സ്റ്റോർസ് ആൻഡ് ക്യാൻറ്റീൻസ്. അപ്പോൾ സൊസൈറ്റിക്ക് ഇങ്ങനെ മെമ്പേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഫണ്ട് യൂട്ടിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില സൊസൈറ്റീസൊക്കെ
കൺസ്യൂമർ സ്റ്റോഴ്സും അതുപോലെ തന്നെ ക്യാൻറ്റീൻസൊക്കെ റൺ ചെയ്യാറുണ്ട്. അതുപോലെ ദ ബൈലോസ് ഓഫ് സർട്ടൺ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഓൾസോ ഫൈൻഡ് പ്രൊവിഷൻ ഫോർ അണ്ടർടേക്കിംഗ് വെൽഫെയർ ആക്ടിവിറ്റീസ് ഓഫ് ദെയർ മെമ്പേഴ്സ് ആൻഡ് ദെയർ ഫാമിലീസ്. അപ്പോൾ ഈ ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനും അവരുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ അവരുടെ വെൽഫെയർ ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള ഫണ്ടും അല്ലെങ്കിൽ ക്രെഡിറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഈ സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നോർമലി സൊസൈറ്റിയുടെ ബൈലോസിൽ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ എംപ്ലോയീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ടറി വർക്കിംഗ് കണ്ടീഷനിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ദർ ആർ 497 എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പോൾ മൊത്തം 497 ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ആൻഡ് സം ഓഫ് ദം കം അണ്ടർ ദി പെർവ്യൂ ഓഫ് ദി ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. ഈ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അവരുടെ ആക്ടിവിറ്റീസ് ആസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ള തലത്തിലേക്ക് അവരുടെ ആക്ടിവിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ അല്ലെങ്കിൽ ദേ കംസ് അണ്ടർ ദി റെഗുലേഷൻ ഓഫ് ഓർ അണ്ടർ ദി പെർവ്യൂ ഓഫ് ബാങ്കിങ് റെഗുലേഷൻ ആക്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു എംപ്ലോയീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ആണെന്നല്ലേ. അപ്പോൾ കമ്പയറിങ് ടു അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ്, ഈ നോൺ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റീസ് വളരെ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസും ബെറ്റർ റിസൾട്ട്സും ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്സിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ അതിനെ സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സാധൂകരിക്കുന്ന ചില കാര്യങ്ങൾ പറയുന്നത് താഴെ. ഫസ്റ്റ്ലി ബെറ്റർ ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഈ പറയുന്ന എംപ്ലോയി കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെയൊക്കെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളതും ബെറ്റർ ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റാണ് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എൻലൈറ്റൻഡ് ലീഡർഷിപ്പ്. ഇതിൻ്റെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്രയും എൻലൈറ്റൻഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ലീഡർഷിപ്പ് അണ്ടറിലാണ് ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം തന്നെ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് മെമ്പർഷിപ്പ്. മെമ്പേഴ്സ് എല്ലാം തന്നെ എന്താണ്? എംപ്ലോയീസ് ആണ്. സോ എഡ്യൂക്കേറ്റഡ് മെമ്പേഴ്സാണ്. അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു റീസൺ വെൽ പെയ്ഡ് ആൻഡ് ട്രെയിൻഡ് സ്റ്റാഫ്. അതുപോലെ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഫോർ ദി ടൈംലി റിക്കവറി ഓഫ് ലോൺസ്. ലോൺസ് റിക്കവർ ചെയ്യാനൊക്കെ പ്രോപ്പറായിട്ടുള്ള അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. ഓപ്പറേഷണൽ എഫിഷ്യൻസി വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ പെർഫോമൻസും. ദെൻ മറ്റൊരു റീസണാണ് വയബിലിറ്റി ഓഫ് ദി സൊസൈറ്റീസ്. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ പെർഫോമൻസ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ നിന്നും വളരെ മുന്നിലാണെന്ന് കാണിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് ഓർ PS ലോൺസ് എന്ന് പറയും. നമുക്കറിയാം എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പർപ്പസ് എന്ന് പറയുന്നത് ടു എൻകറേജ് ത്രിഫ്റ്റ് ആൻഡ് സേവിങ് എമംഗ് ദി എംപ്ലോയീസ് അല്ലേ. അപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിലുള്ള സേവിങ്സ് എന്ന് പറയുന്ന ഒരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവർക്ക് എമർജൻസി സിറ്റുവേഷനിൽ ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ എംപ്ലോയി ക്രെഡിറ്റ് സർവീസ് സൊസൈറ്റീസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പർപ്പസ്. അങ്ങനെ ഇത്തരത്തിൽ എംപ്ലോയീസിന് എംപ്ലോയി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോൺസിനെ പറയുന്ന പേരാണ് പേഴ്സണൽ സെക്യൂരിറ്റി ലോൺസ് എന്നാണ് പറയുക. അതായത് ഇതിന് വേറെ ഒരു സെക്യൂരിറ്റി ആവശ്യമില്ല. നോർമലി എംപ്ലോയീസിൻ്റെ അല്ലെങ്കിൽ മെമ്പേഴ്സിന് മാത്രമേ ലോൺ പ്രൊവൈഡ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. മെമ്പേഴ്സിൻ്റെ സാലറി സെക്യൂരിറ്റി ആയിട്ട് എടുത്തുകൊണ്ടാണ് ഇവർക്ക് ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സാലറി സർട്ടിഫിക്കറ്റിൻ്റെ ബേസിൽ അതൊരു സെക്യൂരിറ്റി ആയിട്ട് എടുത്തുകൊണ്ടാണ് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എംപ്ലോയീസിൻ്റെ എമർജൻസി നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത് റിക്കവറി എന്നാണോ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് എംപ്ലോയിയുടെ സാലറിയിൽ നിന്നും ലംസമായിട്ട് ഇത് തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ പേഴ്സണൽ ലോണിൻ്റെ മറ്റൊരു പ്രത്യേകത. ഒരിക്കലും ടോട്ടൽ മന്ത്ലി റെമിറ്റൻസ് എന്ന് പറയുന്നത് ഒരാളുടെ മന്ത്ലി സാലറിനേക്കാളും കൂടുതലാവില്ല, അതിൽ കുറവായിട്ടുള്ള ഒരു എമൗണ്ട് ആയിരിക്കും മന്ത്ലി എമൗണ്ടായിട്ട് പിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ യൂഷ്വലി നമ്മൾ പറഞ്ഞു ഇതൊരു പേഴ്സണൽ ലോണാണ്, മറ്റ് സെക്യൂരിറ്റി ഒന്നും ആവശ്യമില്ല. പക്ഷേ സേഫ്റ്റിയും സെക്യൂരിറ്റിയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ലോൺ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് തിരിച്ചടയ്ക്കാതിരുന്നാൽ മറ്റുള്ള എല്ലാ മെമ്പേഴ്സിനും അത് പ്രശ്നമാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട്
അതായത് മെയിൻറ്റെയിനിങ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദി സൊസൈറ്റി. യൂഷ്വലി ഒരു ലോൺ പ്രൊവൈഡ് ചെയ്യുമ്പം ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മെമ്പേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ള ഒന്ന് രണ്ട് മെമ്പേഴ്സിൻ്റെ സെക്യൂരിറ്റി കൂടി ചില കേസിലൊക്കെ ഈ എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൻ്റെ പുറത്ത് ആവശ്യപ്പെടാറുണ്ട്. അപ്പം ഈ ലോണ് എന്താണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി സിറ്റുവേഷനിൽ കൊടുക്കുന്ന ലോൺസാണ്. അത് പ്രൊവിഷനൊന്നും വലിയ വിഷയമല്ല. ലോൺ പ്രൊവൈഡ് ചെയ്യാനൊന്നും അത്ര കാലതാമസമൊന്നും വരുന്നില്ല. എംപ്ലോയീസിൻ്റെ മന്ത്ലി സാലറീൻ്റെ ബേസിലാണ് സെക്യൂരിറ്റി എടുത്തുകൊണ്ടാണ് സാധാരണ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം ചില കേസിലൊക്കെ എന്താണ് ഒന്ന് രണ്ട് മെമ്പേഴ്സിൻ്റെ കൂടി സെക്യൂരിറ്റി, പേഴ്സണൽ സെക്യൂരിറ്റി കൂടി അവിടെ ആവശ്യപ്പെടാറുണ്ട്. ഓക്കെ, സോ ദീസ് ആർ എംപ്ലോയി ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്.